പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം സാരി ബ്ലൗസിൻ്റെ പല വീഡിയോയും നമ്മൾ ഇട്ടിരുന്നു. പല വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ കൈക്കുഴിയുടെ കാര്യത്തിനെ പറ്റിയുള്ള അളവിനെ പറ്റി ഒരു വീഡിയോ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അത് പലർക്കും മനസ്സിലായി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർ ആ കണക്ക് പ്രകാരം വെട്ടിയിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അവർക്കെല്ലാം അതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് പലരും എന്നോട് ചോദിച്ചു, നമ്മുടെ ഈ മെയിൻ ഡാർട്ടിൻ്റെ ഈ വിത്ത്, അത് ഫസ്റ്റിലെ ഈ വിത്ത് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസിക്കലായിട്ടുള്ള കണക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് 32, 34, 36, 38, 40 ഇങ്ങനെ ഈ 5 സൈസ്, കാരണം റെഗുലറായിട്ട് നമുക്ക് തയ്ക്കാൻ കിട്ടുന്ന ഒരു 5 സൈസാണ് 32 മുതൽ 40 വരെ. അപ്പോൾ അതിൻ്റെ അകത്ത് 32 എടുത്ത് നമുക്ക് 33 അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ആ കണക്ക് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ആ കണക്ക് പ്രകാരം ഇല്ല ഈ അളവിൻ്റെ പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഈ ഡാട്ട് കണ്ടുപിടിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് ആലോചിക്കാം. പിന്നെ അതിന് നമ്മൾ ഈ ഡാട്ടിന് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്, നിങ്ങളിങ്ങനെ ഒരു റൗണ്ട് പീസ് ഒരു കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് ഇതിനെ ഇങ്ങനെ നമ്മൾ നടുവേ ഇങ്ങനെ മടക്കിയിട്ട് 1.25 ഇഞ്ച് 1.25 അല്ലെ 1.5 ഒരു പോയിൻ്റ് ഒരു അളവ് നമുക്ക് കിട്ടുന്ന പോലെ വേണം ഈ ഒരു പീസ് എടുക്കാൻ. ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇത് 1.25 മാക്സിമം 1.5 ഒരു പോയിൻ്റ് അല്ലെ 1.25 ചുറ്റും ഏകദേശം ഒരു റൗണ്ട് പോലെ നിങ്ങളൊരു കാർഡ്ബോർഡ് ചെറിയ പീസിൽ എപ്പോഴും വെട്ടിയെടുത്ത് വെച്ചോണം. ക്ലാസിക്കലായിട്ട് നമുക്കിങ്ങനെ ഒരു അളവ് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഈ ഡാറ്റ എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചും ഈ 5 സൈസിനെ പറ്റിയുള്ള ഡാട്ട് ലെന്തുകളെ പറ്റിയുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് 32 ഇഞ്ച് ഇറക്കമുള്ള ഒരു വണ്ണമുള്ള ഒരു ബ്ലൗസിന് നമുക്ക് എപ്പോഴും ഒരു 14.5 ഇഞ്ച് നമ്മുടെ ഒരു ക്ലാസിക്കൽ കണക്ക് 14, 15 ഇല്ല 14 ഇഞ്ചുള്ള. അപ്പോൾ എങ്ങനെ പോയാലും മെയിൻ ഡാട്ട് നമുക്ക് 9.25 വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മേളിൽ നിന്ന് 4 ഇഞ്ച് തള്ളിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 9.25 വരെ 9.25 ഒരു മാർക്ക് കൊടുത്തിട്ട് ഈ സൈഡിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത് 32 ഇഞ്ച് വണ്ണമാണ്. 32ൻ്റെ 1/4 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം. കണക്ക് വ്യക്തമാകുന്നുണ്ടോ? 32ൻ്റെ 10/1 സോറി 4/5 പറഞ്ഞാൽ ക്ഷമിക്കണം, 10/1 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം. ഏത് വണ്ണം ഇപ്പം 32 നമ്മൾ വെട്ടുന്നെങ്കിൽ 32ൻ്റെ ഒരു 10/1 എന്ന് പറഞ്ഞാൽ നമുക്ക് 3.2 വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടി എത്ര വരും? 3.25. ഈ 3.25 നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്, അതായത് ഈ ഡാട്ടിന്. ഇപ്പോൾ 3.25 ഞാൻ മാർക്ക് ചെയ്യുന്ന കാണിക്കാം. 3.25 നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എന്നു വെച്ചാൽ ഈ ഒരു സെൻറ്റർ നമ്മൾ വെട്ടുമ്പോൾ നോക്കിക്കോണം, ഈ ഒരു സെൻറ്റർ അതേ സെൻറ്റർ ആയിരിക്കണം ഈ 3.25. അപ്പോൾ 3.25 നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഓരോ അളവിൻ്റെയും ഞാൻ കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ 10 ഇഞ്ച് ഡാട്ടിൻ്റെ ലെങ്തെങ്കിൽ 10.25 മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഒരു സെൻറ്റർ മാർക്ക് കണ്ടോ, ഈ സെൻറ്റർ മാർക്ക് കൊടുക്കും കണ്ടോ, ഈ സെൻറ്റർ മാർക്കാണ് നമ്മൾ ഏത് അളവിൻ്റെ 32 അതിൽ 10/1 3.2 വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 3.25. ഈ 3.25 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഡാട്ടിൻ്റെ വിത്ത് എത്രയാണോ അത് 1.25 എങ്കിൽ 1.25 ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ 1.25 മാർക്ക് ചെയ്യും. ഈ 1.25 ആണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതിലൂടെ ഇങ്ങനെ മാർക്ക് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഇത് 32ൻ്റെ കണക്കാണ്. ഈ 1.25 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ 1.25 ഇല്ലേ 1.5 ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഈ പോയിൻ്റിൽ നിന്ന് 1/2 ഇഞ്ച് കയറ്റി വെക്കണം. ഈ പോയിൻ്റിൽ നിന്ന് 1/2 ഇഞ്ച്, ഇത് ഇവിടെ 1/2 ഇഞ്ച് എന്ന് പറയുന്നുണ്ടോ, ഒരു ഇത്രയേ വരുള്ളൂ. ഈ പോയിൻ്റിൽ നിന്ന് 1/2 ഇഞ്ച് കയറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടതുണ്ടോ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക,
ഇവിടെയും ഒരു മാർക്ക് കൊടുക്കാം. കറക്റ്റ്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. കറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ വിട്ടാൽ ഇതിൻ്റെ കറക്റ്റ് മാർക്ക് കിട്ടും. കോണോട് കോൺ നമ്മളിങ്ങനെ വരച്ചു, അതിനെ നമ്മൾ കോണോട് കോൺ വരച്ചു കഴിയുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡാട്ട തെറ്റത്തില്ല. ഈ സെൻറ്റർ വശം മാത്രം നമ്മൾ അരേഞ്ച് പോയിൻറ്റിലോട്ട് കയറ്റി വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ കണക്ക് കിട്ടും മാർക്ക് ചെയ്താൽ. അപ്പോൾ ഇതുകൊണ്ടോ നമുക്ക് ഇവിടെയും മാർക്കായി, ഈ സമയത്ത് നമുക്ക് ഇവിടെയും മാർക്കായി. ഇവിടെ മാർക്കാവുന്നത് കൊണ്ട് നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പം എത്രയോ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. ഒരു സംശയം നിങ്ങൾക്ക് വരത്തില്ല. അങ്ങനെ ഓരോ സൈസിൻ്റെയും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇനി നമ്മൾ അളക്കാൻ പോകുന്നത് അളവാണ് 34. 34 തന്നെ നമ്മൾ 10.25 ഇഞ്ച് അല്ലെ 10.5 ഇഞ്ച് മാർക്ക് കൊടുക്കുന്നു. ഇവിടെ ഒരു മാർക്ക് കൊടുത്തിരുന്നു. 34 എത്രയായി? 34ൻ്റെ 10ൽ1 ഭാഗം 3.4. അപ്പം 4 തന്നെ എഴുതു നമ്മൾ 3.5 കൂടെ നമ്മൾ അരേഞ്ചോട് ചേർത്ത് 4 മാർക്ക് ചെയ്യുന്നു. കണ്ടോ? കൃത്യം 4. ഈ 4ൻ്റെ അവിടെ കൃത്യം ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. 1.25 ഇവിടെ കൊടുക്കുന്നു, 1.25 ഇവിടെ കൊടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പീസിൽ, ഈ സ്ക്വയർ പീസ് നമ്മൾ ഇങ്ങനെ മടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇങ്ങനെ 4ആയിട്ട് മടക്കിയാൽ തന്നെ നമുക്ക് സെൻറ്റർ കിട്ടും. ഈ സെൻറ്ററിൽ 1/2 ഇഞ്ച് കയറ്റി ഇങ്ങോട്ട് വെക്കും. 1/2 ഇഞ്ച് എത്ര ഡാട്ട് ലെങ്ത് ആണെങ്കിലും 1/2 ഇഞ്ച് കയറ്റി വെച്ചാലും നിങ്ങൾക്ക് ഈ സൈഡ് കിട്ടും. കണ്ടോ? ഈ സൈഡ് ഇവിടെ കിട്ടും, ഈ സൈഡ് ഇവിടെ കിട്ടും. ഈ സാധനം എടുത്ത് മാറ്റുന്നു, ഡാട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ ആയോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നമ്മൾ ഏതൊരു അളവിൻ്റെയും നമ്മൾ 10ൽ1 ഭാഗത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച് ചേർത്ത് നമ്മൾ ഈ സെൻറ്റർ കണ്ടുപിടിക്കണം. അതായത് ഈ സെൻറ്റർ ഞാൻ ഡോട്ടിട്ട് കാണിക്കാം. കണ്ടോ? ഈ സെൻറ്റർ നമ്മൾ 10ൽ1 ഭാഗം കണ്ടുപിടിക്കണം. 10ൽ1 ഭാഗത്തിൽ 1/2 ഇഞ്ചും കൂടെ ചേർത്താണ് നമ്മൾ ഈ സെൻറ്റർ കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഈ സൈഡിലോട്ട് ഡാട്ടിൻ്റെ വിത്ത് അനുസരിച്ചും നമ്മൾ എന്താണ് ഈ കപ്പ് സൈസിൻ്റെ ഒരു സൈസ് അനുസരിച്ചുമാണ് നമ്മൾ ഡാട്ടിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ പഠിച്ചു വരുന്നവർക്ക് ഒരു ഉപകാരപ്രദമായ രീതിയിലും പഠിച്ചു വരുന്ന നിങ്ങൾക്ക് ഈ ഡാട്ടും പെട്ടെന്ന് എങ്ങനെ അതിൻ്റെ ഒരു വിത്ത് കണ്ടുപിടിക്കാൻ പാടുപെടും. കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപ്പറ്റി നമ്മൾ ഒരു ഉദ്ദേശമാണെങ്കിൽ തന്നെ ഒരു ടേപ്പ് ഇല്ലെങ്കിൽ പോലും മാർക്ക് ചെയ്താൽ കൃത്യമായിട്ട് വരും. സാരി ബ്ലൗസ് പഠിക്കുന്നവർക്ക് ഏറ്റവും വലിയ കടവായി ഇത് കൂടിപ്പോയോ, ഇത് കുറഞ്ഞു പോയോ എന്നുള്ള. അപ്പോൾ അങ്ങനെ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ഒരു എളുപ്പമാർഗ്ഗമാണ് നമ്മളിങ്ങനെ ഇത് 1.25 നമ്മൾ ഒരു പീസ് വെട്ടിയെടുത്തു. ഇതിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കുക 4ആയിട്ട്. ഈ റൗണ്ട് പീസ് വെട്ടിയെടുത്ത് ഈ റൗണ്ട് പീസ് ഇങ്ങനെ 4ആയിട്ട് മടക്കണം. 4ആയിട്ട് മടക്കിയിട്ട് ഈ 4 എടുത്ത് മാർക്ക് ചെയ്യണം. 4 എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറവേ ഉള്ള സൈഡും നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഏറ്റവും സെൻറ്റർ വശം, ഈ സെൻറ്റർ വശത്ത് 1/2 ഇഞ്ച് തള്ളി ഒരു മാർക്ക് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ നിങ്ങൾ വെട്ടിയെടുത്തിട്ട് 1/2 ഇഞ്ച് തള്ളി ഒരു മാർക്ക് കൊടുത്ത് ഈ 1/2 ഇഞ്ചാണ് നമ്മൾ ഈ പോയിൻ്റിൽ വെക്കുന്നത്. മനസ്സിലായോ? ഈ പോയിൻ്റിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ സെൻറ്ററും കിട്ടും, ഇവിടുത്തെ സെൻറ്ററും കിട്ടും. ഇത് 1/2 ഇഞ്ച് വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈൻ നമുക്ക് കറക്റ്റ് ചെയ്ത് ഇവിടെയും കിട്ടും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഏത് സൈസിൻ്റെ ഡാട്ട് മാർക്ക് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾക്ക് തെറ്റത്തേയില്ല. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരുന്നു, ഇത് 1.25 ഇല്ലേ 1.5 ഒരു പോയിൻറ്റും, അതാണ് ഇതിൻ്റെ കണക്ക്.
ഇതുണ്ട് 1.25 1.5 ഒരു പോയിൻറ്റും റൗണ്ട് ഫുൾ റൗണ്ടിൽ ഒരു പീസ് വെട്ടിയെടുക്കുന്നു. വെട്ടിയെടുത്തിട്ട് ഒന്നും കൂടെ വ്യക്തമാക്കുവാണ്. ഇങ്ങനെ റൗണ്ടായിട്ട് വെട്ടിയെടുത്ത പീസ് 4ആയിട്ട് മടക്കുന്നു. ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് ഈ 4 എന്നുള്ളതാണ് ഇതിൻ്റെ സെൻറ്റർ. 4 മടക്കുന്നത്. ഈ സെൻറ്റർ ഈ ഡാട്ടിലേക്ക് 1/2 ഇഞ്ച് കയറ്റി വെക്കുന്നു. കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കോണോട് കോണം ഇങ്ങനെ തന്നെ ഒരു വര വരച്ച് വെച്ചോണം. ഈ 4 വര വന്നു കഴിയുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ സെൻറ്റർ എല്ലാം തുല്യമായിട്ട് തന്നെ വരകൾ വരും. അപ്പോൾ ഈ വരയിൽ ഈ സെൻറ്റർ, ഈ നടുവേ മടക്കിയ സെൻറ്റർ ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരുവാണ്. ഈ നടുവേ മടക്കിയ ഈ സെൻറ്റർ ഈ പോയിൻറ്റിലേക്ക് കയറ്റി വെക്കണം. ഈ പോയിൻറ്റിലേക്ക് കയറ്റി വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് കാണിക്കാം. ഇന്ന് വരെ യൂട്യൂബിൽ ഇങ്ങനൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണണമെന്നില്ല. കാരണം പഠിച്ചു വരുന്നവർക്ക് കുറച്ചും കൂടെ ഒരു എളുപ്പമാകാൻ വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. 1.25 ഇഞ്ചിൽ ഈ റൗണ്ട് വെട്ടിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ 4ആയിട്ട് മടക്കുക. 4ആയിട്ട് മടക്കിയതിന് ശേഷം ഈ മടക്ക് ഭാഗത്തിൽ 1/2 ഇഞ്ച് ഇതുണ്ട് ഒരു സൈഡിൽ 1/2 ഇഞ്ച് ഇങ്ങനെ മെയിൻ ഡാറ്റിലോട്ട് കയറ്റി വെക്കുക. കയറ്റി വെച്ച് കഴിഞ്ഞ് നിങ്ങൾ കോണോട് കോൺ ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇതുണ്ടോ ഒന്നുകൂടെ കാണിച്ചു തരാം. 1/2 ഇഞ്ച് ഇവിടെ കയറ്റി വെക്കുന്നു മെയിൻ ഡാട്ടിൻ്റെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡാട്ടും ഇവിടെ വരും, ഈ മാർക്കിൽ ഈ റിഗാൾ ഡാട്ടും വരും. ഒരു കാരണവശാലും റിഗാൾ ഡാട്ട് തെന്നിപ്പോകത്തില്ല. ഇനി റൗണ്ട് പീസ് വെട്ടുന്നതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, ബോഡി വണ്ണത്തിൻ്റെ 10-1 1/2 ഇഞ്ച് ചേർത്താണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഏത് ഈ മെയിൻ ഡാട്ടിൻ്റെ സെൻറ്റർ. എന്നിട്ടാണ് ഈ വിത്ത് കൊടുക്കുന്നത്. വിത്ത് കപ്പ് സൈസ് വെച്ച് കൊടുക്കണം. ഇത് 1.25 ഫുൾ റൗണ്ട് വെട്ടിയെടുക്കുന്നു. 4ആയിട്ട് മടക്കുന്നു. ഇങ്ങനെ 4ആയിട്ട് മടക്കുന്നു. ആ മടക്കിൻ്റെ ഒരു മടക്കിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ 1/2 ഇഞ്ച് മെയിൻ ഡാറ്റിൻ്റെ സെൻറ്ററിലോട്ട് വെക്കുന്നു. വെച്ചിട്ട് കോണോട് കോൺ വരച്ച പീസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 ലൈനിലും 2 ഡാട്ടിൻ്റെ ഇത് കിട്ടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എളുപ്പ വഴിയിൽ കണ്ടുപിടിക്കാനുള്ള പല മാർഗ്ഗങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. മറക്കാതെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു ധാരണ കിട്ടട്ടെ എന്ന് കരുതി എത്രമാത്രം ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ കിട്ടിയതെന്നും ഒരു ഐഡിയ കിട്ടിയതെന്നും ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ വേണ്ടി ശ്രമിച്ചതെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2 പേരുടെയും നമ്മൾ കാണുന്നവരുടെയും എൻ്റെയും കൂടെ മനസ്സ് കേന്ദ്രീകരിച്ച് നമുക്ക് ഇതിൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ ഏറ്റവും നല്ല മിടുക്കരായ ടൈലറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുരുമുഖത്ത് നിന്ന് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം ഞാൻ വിശദീകരിച്ച് തരുന്നുണ്ട്. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നേരുന്നു. ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും നന്മകളും നേരുന്നു. താങ്ക് യു.